ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുവിനെ അങ്ങനെ തട്ടിക്കൊണ്ട് പോയി അവിടെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ആളാകെ കൊള്ളാലോടി വച്ചേന്ന് ഉമ്മാർ പറയാം. 4-5 പേര് മുന്നിൽ വന്നാൽ നീ അടിച്ചു വീഴ്ത്തു അല്ലേ എന്നൊക്കെ നന്ദുവിനോട് ഉമ്മാർ ചോദിക്കുന്നു. ആളെ കണ്ടു കഴിഞ്ഞാലേ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഉള്ളതേ ഉരുക്കല്ലേ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നമ്മുടെ നന്ദു. നിനക്ക് എത്രയും പെട്ടെന്ന് മുകളിലേക്കുള്ള ടിക്കറ്റ് തരണമെന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണെന്നും അതിന് ഈ ഒരു മുഹൂർത്തം കുറിക്കാനുണ്ടെന്നും അതെപ്പോഴാണെന്ന് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ഇയാൾ നന്ദുവിനോട് പറയാം. ഒന്ന് അടങ്ങിയിരിക്കും മോളെ, ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും ഒക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഈ നന്ദുവിനോട്. നന്ദുവാണ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. അപ്പോഴേക്കും ഫോൺ എടുത്ത് വിളിക്കുക കേട്ടോ വേണുവിനെ. വേണു അപ്പോൾ ഭാര്യയുടെയും മകളുടെയും കൂടെ ഇരിക്കുമായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. എന്തായടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി അവളെ കെട്ടിത്തൂക്കണം, അവൾ ഇനി പുറം ലോകം കാണരുതെന്ന് വേണു പറയുമ്പം ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇയാളിങ്ങനെ നിൽക്കുമ്പം എന്തായാലും എന്നെ തല്ലിയവളല്ലേ, കുളിച്ച് ഫ്രഷ് ആയിട്ട് അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് അവൾക്കൊരു സമ്മാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയാളെ സമ്മാനം കൊടുത്തിട്ട് ഇവളെ കെട്ടിത്തൂക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവും അതുപോലെ ഭാര്യയും മകളും കൂടി ഇരുന്ന് സംസാരിക്കുക. ഇനി അവളുടെ ശല്യമൊക്കെ തീരാൻ പോവുകയാണെന്നും പറഞ്ഞു. ഇനി നന്ദു എന്ന് പറയുന്നവളെ പറ്റിയുള്ള വേവലാതിയെ നമുക്ക് വേണ്ടാന്ന് പറയണം. അയ്യോ അനാമികയുടെ സന്തോഷം ഒന്ന് കാണണം. അപ്പോൾ കൊല്ലാൻ പറഞ്ഞല്ലേ എന്ന് രേവതി ചോദിക്കുമ്പം എന്താ ഇതിനു മുൻപ് ഞാൻ കൊലപാതകമൊന്നും നടത്തിയിട്ടില്ലേ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി 1-2 പേരെ കൊന്ന ചരിത്രമൊക്കെ എനിക്ക് ഉണ്ട് എന്ന് വേണു ഭാര്യയോടും മോളോടും പറയാം. സാഹചര്യം മോശമാകുമ്പോഴാണ് മനുഷ്യർ ക്രിമിനൽസ് ആകുന്നത്. ഇവിടെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് മരണവുമായി മല്ലിടുന്നവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എൻ്റെ മോളെ അവളുടെ ചേച്ചിമാരും കൂടെ ചേർന്ന് ഒരുപാട് കരയിച്ചു. അത് കേട്ടപ്പം നയനെ പിടിച്ച് തള്ളിയതിന് നന്ദുവളെ തല്ലിയതെന്നും ശരീരസുഖമില്ലാത്തവരെ പിടിച്ച് തള്ളിയത് എന്തിനാണെന്ന് മോളോട് മുത്തശ്ശനും മുത്തശ്ശിയും ചോദിച്ചതെന്നും രേവതി പറയുക. ആദർശം അത് തന്നെയാണ് ആവർത്തിച്ചതെന്നും. അതൊക്കെ കേട്ട് വേണു ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ അവളുടെ ശരീരത്തിന് എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ വല്യമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ തേടി നടക്കുകയാണ് വല്യമ്മ. ഇനി അവളാണ് കരൾ കൊടുത്തത് എന്ന് പറയുമെന്നറിയില്ല, അവളെ പരിശുദ്ധിയാക്കാൻ വേണ്ടി, അതല്ല അതിനപ്പുറവും പറയുമെന്ന് അനാമിക പറയുമ്പോൾ ഇക്കാര്യത്തിൽ അങ്ങനെ കള്ളം പറയാൻ പറ്റില്ലല്ലോ മോളെ, അല്ലെങ്കിൽ തന്നെ അവളെ വെറുക്കുന്ന അമ്മായിമ്മയെ അവൾ സഹായിക്കുമോ എന്ന് വേണു. അവൾ ആ സമയത്ത് ദേവയാനി ചേച്ചി മരിക്കാനായിരിക്കും പ്രാർത്ഥിച്ചതെന്ന് രേവതിയും. ഇതൊരു തുടക്കം മാത്രം മോളെ, ഇനി അവളുമാരുടെ ചേച്ചിയും നമുക്ക് നേരെ വന്നാൽ അവളുമാരുടെ അനുഭവം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വേണു പറഞ്ഞപ്പം, അല്ലെങ്കിൽ തന്നെ ജലജയും മോനും ഒക്കെ നവ്യ എങ്ങനെയെങ്കിലും ബന്ധം ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ളവരാണെന്നും അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഈ രേവതി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിയെ ഒന്ന് ചൂട് കയറ്റി വിട്ടാൽ അവൻ ചെവി അറിയാതെ ആ നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ വേണു പറയാം. അനാമിക ഭയങ്കര പ്രതീക്ഷയിലിരിക്കുക കേട്ടോ. ആദ്യം അവളുമാരുടെ അനിയത്തി എന്നുള്ള തീപ്പരി അങ്ങ് അണയട്ടെ, അതിന് ശേഷം നമുക്ക് അതിലേക്കൊക്കെ കടക്കാം എന്നൊക്കെ ഇയാൾ പറയാം. ഭയങ്കര സന്തോഷവതിയായിട്ട് ഇരിക്കുവാണ് അനാമിക ചേച്ചി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇറങ്ങി വരും. അപ്പോൾ അനി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അനിയോട് ചെന്നിട്ട് പറഞ്ഞു, എടാ ഇപ്പോൾ നയനെ എന്നെ വിളിച്ചിരുന്നു, നന്ദുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. അയ്യോ അവളത് എവിടെ പോകാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല എവിടെ പോയതാണെന്നൊന്നും ഒരു പിടുത്തമില്ലെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് അവളുടെ ഫ്രണ്ട്സിനൊന്ന് വിളിക്കട്ടെ, ചിലപ്പോൾ അവരുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയതാണെങ്കിലോ എന്ന് ചോദിച്ചപ്പം എടാ നയനെ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, അവർക്കാർക്കും അറിയില്ല നന്ദു എവിടെയാണ് പോയിട്ടുള്ളതെന്ന്, എവിടെയാണ് പോയതെന്ന് ഒരു പിടുത്തവും ഇല്ലെന്ന് പറയുമ്പോൾ അനാമിക അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം നന്ദുവിനെ അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് കുറ്റപ്പെടുത്തി കാണും. ഇനി അതൊന്നും സഹിക്കാൻ മേലാതെ വീട്ടിൽ പോയെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവരെല്ലാവരും ആകെ അപ്സെറ്റാണ്. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുൻപ് നമ്മളോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എന്ന് ആദർശ് പറയുമ്പം ശരിയെന്ന് അനിയും പറഞ്ഞു. അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുക. അപ്പോൾ ഏതായാലും അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാൻ ചേട്ടാ. അവളുടെ ഏറ്റവും വലിയ ശത്രു ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ്, അനാമികയാണെന്നും ഏതായാലും ഏട്ടൻ നമുക്ക് എല്ലാവരും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ നന്ദുവിനെ നോക്കാനായിട്ട് ഇറങ്ങുക. ഭയങ്കര ടെൻഷനിലായിട്ട് 2 പേരും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നന്ദുവിൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നന്ദുവിൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാര്യം മനസ്സിലായി എന്തോ ഒന്നുണ്ടെന്ന്. ഇത് നന്ദുവിൻ്റെ സ്കൂട്ടറാണെന്ന് കറക്റ്റായിട്ട് അനി പറയുകയും ചെയ്തു. അത് ഞാനിതിൽ യാത്ര ചെയ്തിട്ടുള്ളതല്ലേ, എനിക്കറിയാമെന്ന് പറഞ്ഞു. എനിക്കിത് കറക്റ്റാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ ഇവിടെ നിന്നാണല്ലേ അവൾ മിസ്സിങ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവൾ എങ്ങോട്ട് പോയതായിരിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങോട്ട് പോയതാണെങ്കിലും നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല, അവൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് ഏട്ടാന്ന് അനി ഇങ്ങനെ പറയാം. അപ്പോൾ അനി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശിന് ഭയങ്കര ടെൻഷൻ. പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഒരു വീട്ടിൽ CCTV കാണുന്നത്.
അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വീട്ടിൽ കയറി ചോദിക്കാമെന്ന് പറഞ്ഞു ഓടി ഇവർ ആ വീട്ടിൽ കയറുക. വീട്ടിൽ കയറി അവിടുത്തെ ചേട്ടൻ വന്ന് വാതിൽ തുറന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ MD അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേട്ടനോട് സ്വയം പരിചയപ്പെടുത്തും ആദർശ്. അപ്പോൾ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടെന്ന് വീട്ടിലെ ചേട്ടനും പറയാം കേട്ടോ. അപ്പോൾ എന്താ സാർ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വിവരം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവർ CCTV നോക്കുമ്പോൾ നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അപ്പോൾ സാർ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോരും കേട്ടോ. അവരവിടുന്ന് പോകുന്നു. ഇവർക്ക് ഭയങ്കര ടെൻഷനായി. അല്ല നയനെ വിളിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ ബെല്ലടിച്ചപ്പോൾ അനിയോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എടുക്കണ്ട ഏട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയിട്ടേ നമുക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന് അനി ഇങ്ങനെ പറയാം. ഇവർ ഭയങ്കര ടെൻഷനാണ്. അതുപോലെ തന്നെ നയനയ്ക്കും അതിലേറെ ടെൻഷനാണ്. അച്ഛനും അമ്മയും ഒക്കെ ആദർശ് ഫോൺ എടുക്കത്ത് ആ ഒരു വിഷമത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ എടുക്കുന്നില്ലേ മോളെന്ന് ചോദിച്ചു കനകവേ. ഇല്ല അമ്മ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. നമുക്ക് പോലീസിനും ഇവരെ അറിയിക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പം ഇനി ആവശ്യമെങ്കിൽ ആദർശേട്ടൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു നയന. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. അതാണ് മോളുടെയും നവിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെന്നും പറഞ്ഞ് ഗോവിന്ദേട്ടൻ പറയാം. മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും വരുമെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മോളെ, തിരിച്ചടികളാണല്ലോ ഉണ്ടാകുന്നതെന്ന് കനകം ഇരുന്ന് പറയുവാണ്. ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ആരും ചെയ്യുന്നതും ഇല്ലല്ലോ, പിന്നെന്ത് ഇങ്ങനെയൊക്കെ എന്നും ചോദിച്ച് കനകം ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എനിക്ക് മറുപടിയില്ല. അനാമികയും അവളുടെ വീട്ടുകാരുമാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ഇതിങ്ങനെ വെറുതെ വിട്ട പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം പറഞ്ഞപ്പം അത് പിന്നെ വെറുതെ വിടുവമ്മേ, അവളെയും അവളുടെ വീട്ടുകാരെയും വെറുതെ വിടില്ല. അവളും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ആദർശേട്ടൻ്റെ അമ്മയെ കിടപ്പിലാക്കിയത്, മരണത്തിൻ്റെ അടുത്ത് വരെ അമ്മയെ കൊണ്ടുപോയതും അവർ തന്നെയാണ്. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണെന്ന് നയന അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നല്ല പാല് തന്നെയാണ് തിളപ്പിച്ച് വെച്ചത്. അത് കുടിച്ചിട്ട് ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ട്. അത് കലർത്തിയത് അനാമിക തന്നെയാണെന്ന് അന്ന് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും നവ്യേച്ചിയോട് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു. ആ പക തീർത്തതാണെന്നൊക്കെയുള്ള കാര്യം നയനെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നവ്യേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാനും ആ കുഞ്ഞിനെ കളഞ്ഞ് നവ്യേച്ചിയെ കിടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് അവൾ ആ വിഷം ചേർത്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്കൊപ്പം എങ്ങനെ ജീവിക്കും മോളെന്ന് ചോദിക്കും അച്ഛൻ നയനയോട്. നയന തെളിവുകൾ സഹിതം ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അനിയുടെ ജീവിതം തകരുന്നത് അവിടെ മിക്ക ആൾക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ചാ. അതുകൊണ്ട് അവൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാനും ആവില്ല എന്ന കാര്യം ഇങ്ങനെ നയന പറയണം. എല്ലാം ഉള്ളിൽ വെച്ച് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. എങ്കിലും മോളെ ആദർശമോനോടെങ്കിലും സംശയം പറയുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പം ആദർശേട്ടനും ആ സംശയമൊക്കെ ഉണ്ടമ്മേ, എനിക്കും അങ്ങനെ തന്നെയാണെന്നും നയന പറയുവാണ്. പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും അമ്മ അനാമികയെ സ്വന്തം മരുമകളായി കണ്ട് സ്നേഹിക്കുക. അതാണ് കഷ്ടമെന്ന് നയന ഇങ്ങനെ പറയണം. അതൊക്കെ കേട്ട് ഇവരാണെങ്കിൽ ആകെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശും അനിയും കൂടി ഇങ്ങനെ എല്ലായിടവും തിരക്കി പിടിച്ച് പോവുക കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നു. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഓരോരുത്തരോടായിട്ട് ചോദിക്കും കേട്ടോ ഇവർ. അപ്പോൾ ആർക്കും അറിയില്ലല്ലോ ഏട്ടാ എന്ന് പറഞ്ഞാൽ അനി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കടകളിൽ കൂടി നമുക്ക് അന്വേഷിക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരിതുണ്ട് അവിടുന്ന്, ചിലപ്പോൾ ഡീറ്റെയിൽ ഒന്നും കിട്ടാതിരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറുന്നു. വേഗം അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി അവിടുന്ന് പോകും. ഈ സമയത്ത് പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. അയാൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് വന്നു നമ്മുടെ നന്ദുവിൻ്റെ അരികിലേക്ക്. കുളി കഴിഞ്ഞ് ചേട്ടൻ ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നന്ദുവിനോട് പറയുക കേട്ടോ. അങ്ങനെ നന്ദുവിനോട് വളരെ അപമര്യാദയായുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ പെരുമാറാനായിട്ട് നന്ദുവിനെ ഇങ്ങനെ നോക്കും. അപ്പോൾ നന്ദുവിൻ്റെ നേരെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ വരുന്നു. അപ്പോൾ മറ്റവന്മാർ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. വന്ന് ഇവൻ നന്ദുവിൻ്റെ ദേഹത്ത് കൈ വയ്ക്കാൻ നോക്കിയതും ഒരൊറ്റ ചവിട്ടായിരുന്നു എന്ന് അവൻ്റെ നെഞ്ചും കൂട് നോക്കി. അത് വേറെ ആരുമല്ല, നമ്മുടെ ആദർശ്. അങ്ങനെ നന്ദുവിനെ നശിപ്പിക്കാൻ നോക്കുന്നവൻ്റെ തലകൊണ്ട് അടിച്ച് പൊളിച്ചില്ലേ. അങ്ങനെ ദേ ഭയങ്കര ഇതായിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് അവർ രണ്ടുപേരും കൂടെ വന്നു. പ്രത്യേകിച്ച് നമ്മുടെ അനി ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നന്ദുവിനെ തൊടാൻ പോലും അവന്മാരെ അനുവദിച്ചില്ല ഇവർ. പിന്നെ അവിടെയുള്ളവന്മാരെയൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി അവന്മാരുടെ നട്ടൽ വളച്ചൊടിച്ചു, അടിച്ചിടിച്ചൊടിച്ചു കേട്ടോ. ഈ സമയത്ത് പുറകെ നിന്ന് വന്ന് അപ്പോൾ അപ്പോഴേക്കും അനി നന്ദുവിൻ്റെ കെട്ടഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ അനിയെ ഒരുത്തൻ പുറകെ നിന്ന് ചവിട്ടി. ആ ചവിട്ടിൽ അനിയും നന്ദുവും കൂടെ ദേ മറിഞ്ഞ് നിലത്ത് കിടക്കുന്നു. നിലത്ത് കിടന്നപ്പോഴത്തേക്ക് അനി ചെന്ന് വീണത് നന്ദുവിൻ്റെ ദേഹത്തേക്ക്. അങ്ങനെ ആ സമയം ഇവർ രണ്ടുപേരും കൂടെ കണ്ണിൽ കുറച്ച് നേരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആദർശ് അവിടെ ഇടിയോടിടിയ നന്ദുവിനെ നശിപ്പിക്കാൻ നോക്കിയവനെ അവനെ ഇടിച്ച് അവൻ്റെ എല്ലായിടവും ചവിട്ടി കൂട്ടി ചതച്ച് പരുവാക്കുക കേട്ടോ. അപ്പോഴേക്കും പിന്നെ നന്ദു അനിയും കൂടെ പതുക്കെ ഒരു തരത്തിൽ എഴുന്നേറ്റു. പിന്നെ അതേ അവന്മാരെല്ലാം അടിച്ച് ഓടിക്കുവാണ് നമ്മുടെ ആദർശം.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് എന്തെന്നു ആരും ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംശയം അനാമികയുടെ അച്ഛനെയാണെന്നും അവളെ തല്ലിയതിൻ്റെ പ്രതികാരം ചെയ്തതാണെന്നും നന്ദു പറഞ്ഞപ്പം വ്യക്തമായ തെളിവില്ലാതെ ആരെയും സംശയിക്കേണ്ടെന്ന് ആദർശ്. പിന്നെ അതിനുള്ളൊരു സാധ്യതയുണ്ട്, പിന്നെ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ, നിങ്ങൾ വാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ആദർശ് ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുക കേട്ടോ. എന്നാൽ അതിവിദഗ്ധമായിട്ടാണ് നന്ദുവിനെ രക്ഷിച്ചെടുത്തത്. ഈ സമയത്ത് അനാമികക്കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരിക, എന്താ അച്ഛാ നന്ദു മരിച്ച അച്ഛാ എന്നും ചോദിച്ചോണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ, ഇനി അവളുടെ ശല്യം മോൾക്കുണ്ടാവത്തില്ല എന്നും പറഞ്ഞ ചേട്ടൻ ഇരിക്കുക. അവളുടെ കാര്യത്തിലൊരു തീരുമാനം ആയോ എന്ന് രേവതി ചോദിച്ചപ്പോൾ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇനി മോൾക്ക് അന്തസ്സായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാമെന്ന് അച്ഛൻ മോളോട് പറയാം. മോളാണ് നിലത്തൊന്നുമല്ല, പറക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. നന്ദുവിനെ ഓർത്ത് മോൾക്ക് ഇനി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഇനി അവളെ ഓർത്ത് കരയുന്നത് അത്രയും അവളുടെ അച്ഛനും അമ്മയും ചേച്ചിമാരും ആയിരിക്കുമെന്നും പറഞ്ഞു. അവളുടെ ചേച്ചിമാർ കരയണോ അച്ഛാ, അതെനിക്ക് കാണണമെന്നാണ് അനാമികക്കുട്ടി പറയുന്നത്. അപ്പം ഞാൻ ഈ തരികിട പണികളൊക്കെ കാണിച്ചല്ലേ മോളെ ജീവിച്ചു പോകുന്നത്, ആവശ്യത്തിന് വേണ്ടി വളഞ്ഞ വഴി പോകാൻ എനിക്ക് ഒരു മടിയില്ല, ഞാൻ പോവുകയും ചെയ്യും. അവളിന് രക്ഷപ്പെട്ടാലും ശരി ഒരാണിൻ്റെ പിന്നാലെ നടക്കരുത് എന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവളെ അവന്മാർ ശരിയായിട്ട് കൈകാര്യം ചെയ്തോളും. അപ്പോൾ എൻ്റെ അനിയുടെയും കല്യാണത്തിന് മുൻപ് അവൾ അനിയുടെ പിന്നാലെ നടന്നതൊക്കെ മനസ്സിലാക്കാം. എന്നാൽ കല്യാണ ശേഷവും അവർ തമ്മിൽ ബന്ധം തുടരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛന്ന് അനാമിക. അതിൻ്റെ പേരിൽ അവൾക്ക് മാപ്പ് കൊടുക്കാനും എനിക്ക് പറ്റത്തില്ലെന്നൊക്കെയാണ് അനാമിക പറയുന്നത്. വിവാഹം കഴിഞ്ഞവർ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴാണ് പല വീടുകളിലും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഒരുപാട് താക്കീതൊക്കെ കൊടുത്തത് തന്നെയാണ്. പക്ഷെ അതൊന്നും അവരാരും ചെവിക്കൊണ്ടില്ല. അതിനുള്ള ശിക്ഷയാണ് അവൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. എൻ്റെ കരുണത്തെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. സർവ്വശക്തി എടുത്ത അച്ഛാ അവൾ എന്നെ തല്ലിയത്, എന്നെ താഴെയിട്ട് തൊഴിച്ചത്. അതൊന്നും അത്ര പെട്ടെന്ന് മാർക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് അനാമിക പറഞ്ഞപ്പോൾ മോൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റത്തില്ലെന്ന് അച്ഛൻ. ദേ ഇതിലൂടെ അവളും അവളുടെ വീട്ടുകാരും ഒരു പാഠം പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ എന്ന് വേണു. പാഠം പഠിക്കാൻ പോകുന്നത് ആരാണെന്ന് ഈ മന്ദബുദ്ധികൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭാര്യയെയും മോളെയും വിളിച്ചകത്തേക്ക് കയറിപ്പോവുക. അങ്ങനെ അനാമികയുടെ വീട്ടുകാരുടെയും കാലനായിട്ട് നമ്മുടെ നന്ദു തിരിച്ചു വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടനും മോളും എല്ലാവരും കൂടി യാത്ര ചെയ്യാനായിട്ട് വണ്ടിയിൽ കയറി പോരുന്ന സമയത്ത് ഇവൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. വേണുവിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ ഹലോ എന്തായിടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളെ തട്ടിക്കളഞ്ഞു സാറേ എന്ന് ഇയാൾ പറയാം. അപ്പം കെട്ടി തൂക്കി എന്നൊക്കെ ഇയാൾ നോണ പറയാം കേട്ടോ. ബാക്കി തുക തരണം സാറേ എന്ന് പറയുമ്പം പക്ഷെ നിന്റെ സംസാരത്തിന് എന്താണ് ഒരു അവസ്ഥ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒന്നും പറയണ്ട സാറേ, ഒരു ഫൈറ്റ് ഉണ്ടായി അതിൻ്റെ ആണെന്ന് പറഞ്ഞു. സാറേ പൈസ ഇട് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാവെന്നും പറഞ്ഞുകൊണ്ടതേ നന്ദുവിനെ കൊന്നു നുണയും പറഞ്ഞ് ലക്ഷങ്ങൾ അനാമികയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും തട്ടിച്ച് ഗുണ്ടകൾ കൊണ്ടുപോകുക. അവളെ അവന്മാർ കെട്ടി തൂക്കിയെന്നാ പറഞ്ഞത്. ഇനി അവളെ കൊണ്ട് ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുക. ഞാൻ ബാക്കി തുകയൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിത് കൊല്ലാ പാവൂന്ന് രേവതി ചോദിച്ചു. എന്തായാലും കുഴപ്പമില്ല എൻ്റെ അമ്മ, ഇനി അവൾ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കത് മതിയെന്നും പറഞ്ഞു. അവന്മാർ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട് വിടുമെന്നും പിന്നെ പൊടി പോലും കിട്ടത്തില്ലെന്ന് വേണു പറയാം. പിന്നെ അവന്മാർ വിളിച്ച നമ്പറുണ്ടല്ലോ മരിച്ചുപോയ എൻ്റെ ചേട്ടൻ്റെ പേരിലുള്ളതാണെന്നും അതുകൊണ്ട് ആ വഴിക്ക് ഒരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും വേണു പറയണം. ചുരുക്കി പറഞ്ഞാൽ ചില സംശയങ്ങൾ അങ്ങും കിടക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടകൾ വന്ന് നമ്മുടെ അനാമികയൊക്കെ തൂത്തുവാരി പിച്ചക്കാരാക്കി കൊണ്ടുപോയി കേട്ടോ. ആ സമയത്ത് ഇതോ നമുക്ക് ആഘോഷിക്കണം എന്ന് മകൾ അച്ഛനോട് പറയുമ്പോൾ അതിനല്ലേ മോളെ നമ്മൾ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറയാം. അവളുടെ വീട്ടിൽ കരച്ചിലും വീഴ്ചയിലും നടക്കുമ്പോൾ നമുക്കൊന്ന് ഉല്ലസിച്ചെന്ന് സന്തോഷിക്കാമെന്നും പറഞ്ഞതേ സന്തോഷിച്ചങ്ങ് പോകുക. ഈ സമയത്ത് ഇവരെല്ലാവരും കൂടി അതായത് അനിയും നന്ദുവൊക്കെ കൂടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഏട്ടൻ്റെ കോള് വന്നു. അപ്പോൾ എന്താ അനിയെന്ന് നന്ദി ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ്റെ കോള് വന്നായിരുന്നു, മീറ്റിംഗ് ഉണ്ട് അത്യാവശ്യമായിട്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് നീ മിസ്സിങ് ആയ കാര്യം അറിയുന്നത്. അത് ഡീൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അതുവരെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ ബുദ്ധിമുട്ടായല്ലേ എന്ന് നന്ദു ചോദിക്കുമ്പം എന്ത് ബുദ്ധിമുട്ട്, നയനയിടത്തേക്കും മേടത്തിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതേ ഇപ്പം ഏട്ടന് വലിയ സന്തോഷമല്ലേ, എനിക്ക് പിന്നെ നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ മുന്നിലേക്കായിരിക്കും മിക്കവാറും ആഘോഷിക്കാൻ വരുന്നത് അമ്മയും അച്ഛനും മോളും കൂടി. അപ്പം നന്ദു ഇതൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നന്ദുവിൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴാണ് എനിക്കിന്ന് സമാധാനമായത്. നല്ല വിശപ്പുണ്ടല്ലേ എന്ന് അനി ചോദിക്കുമ്പം അവന്മാർ ആഹാരമൊക്കെ തന്നായിരുന്നു,
അങ്ങനത്തെ ഒരവസ്ഥയിൽ ആർക്കും ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ബലമായിട്ട് കഴിപ്പിക്കാനൊക്കെ നോക്കി, ഞാൻ വഴങ്ങി കൊടുത്തില്ല എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയുമ്പോൾ, ദേ ഇറച്ചിക്കോഴികളെ കൊല്ലുന്നത് പോലെ ആഹാരം തന്നിട്ട് കൊല്ലാനായിരുന്നു പ്ലാനെന്ന് ഹനി പറഞ്ഞപ്പോൾ എനിക്ക് അവന്മാരെ അറിയില്ല, അവന്മാരെൻ്റെ ശത്രുക്കളുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും തന്നെയാണ് എന്നുള്ളത്. അയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കിയിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ഏതെന്ന് പറയുമ്പോൾ അവൾ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കരുതി എല്ലാവരും എല്ലാം മൂടി വയ്ക്കുകയായിരുന്നു. പക്ഷെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആദർശേട്ടൻ ഒന്നിനെയും വെറുതെ വിടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വന്നു, അവരോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇതുവരെ ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് നടക്കായിരുന്നു ഇനി. പക്ഷെ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയതിൽ പിന്നെ അനാമികയെ പറ്റി എനിക്ക് ഓർക്കുന്നത് പോലും ദേഷ്യമാണെന്ന് നമ്മുടെ നന്ദു അനിയോട് പറയാം. അത്രത്തോളം ഞാൻ അവളെ വെറുത്ത് കളഞ്ഞു എന്നും. അങ്ങനെ അതും പറഞ്ഞ് ഇവരിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേതായിരുന്നു പറന്നടിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് 3 എണ്ണങ്ങളും കൂടെ കൃത്യമായിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് തന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേണു നന്ദുവും അതുപോലെ തന്നെ അനിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അവൻ്റെ കാശും പോയി, നന്ദു മരിച്ചതുമില്ല. ഈ സമയത്ത് മോളെ എന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ച് കാണിച്ചു കൊടുക്കുക. മകള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മകളുടെ തലയിൽ വെള്ളിടി വെട്ടിയതുപോലെ ആയിപ്പോയി എന്നും പറഞ്ഞ് വായും തുറന്നിങ്ങനെ നോക്കിയിരിക്കുക രേവതിയും. അപ്പോഴേക്കും ദൈവമേ അത് അനിയല്ലേ ആയിരിക്കുന്നേ, അവളും ഉണ്ടല്ലോ എന്ന് രേവതിയും മകളും കൂടി ഇരുന്ന് പറയുന്നു. ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല അന്തസ്സായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവള് മരിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവളെ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വന്നതോ എന്ന് രേവതി ചോദിച്ചപ്പോൾ ആ അതെ എൻ്റെ ദൈവമേ, ഞാൻ അവന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. ഈശ്വര, അവന്മാരനെ പറ്റിച്ചാണെന്നാ തോന്നുന്നത്. ഇനി എന്ത് ചെയ്യും എന്നും വേണു ഇങ്ങനെ ചോദിക്കാം. അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നല്ലായിരുന്നോ, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അനാമിക ചോദിച്ചപ്പോൾ ആ എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഷോ അത് അവൾ തന്നെയല്ലേ, പിന്നെ അവളല്ലാതെ അവളുടെ പ്രേതമാണ് വേണു കേട്ടാ എന്ന് രേവതി ചോദിക്കുക. എൻ്റെ പൊന്നെ, രാത്രിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ പ്രേതമാണെന്നെങ്കിലും പറയായിരുന്നു. ഇത് പനിയുടെ കൂടെയല്ലേ അവളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഈ കാഴ്ച കാണാനാണോ അച്ഛൻ ഇത്രയും പൈസ മുടക്കിയത്? എൻ്റെ മോളെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തീരുകയും ചെയ്തു. എനിക്കൊന്നും അറിയില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണു. അവന്മാരെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേണു വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ്. അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷോ എൻ്റെ ദൈവമേ, ഇനി കിട്ടത്തില്ല, അവന്മാർ പൈസ ആയിട്ട് മുങ്ങി. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞ കൊടി പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോള് പറഞ്ഞു കൊടുക്കും അച്ഛനോട്. നമ്മുടെ അനിയും അതുപോലെ നന്ദു നല്ല അന്തസ്സായിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് കണ്ടിട്ട് പോകാനായിരുന്നു പിശാചുക്കളുടെ യോഗം. ആ പിശാചുക്കൾ അതും കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ അടിപൊളി എപ്പിസോഡ് അവസാനിച്ചു. എന്തായാലും അടുത്ത ദിവസവും നല്ല അടിപൊളി എപ്പിസോഡുകൾ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ഏതായാലും ഇത്രയും ഒരു തിരിച്ചടി ജീവിതത്തിൽ കിട്ടി കാണത്തില്ല ഈ പറയുന്ന നമ്മുടെ വേണുവിന് ഇനി വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. വടിയുമായിട്ട് ചൂരലുമായിട്ടേക്ക് വരും. അപ്പം വേണുവിൻ്റെ മകളും ഭാര്യയും മേടിച്ചു കൂട്ടാൻ പോകുന്ന തല്ലിൻ്റെ കയ്യും കണക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗെയിൻ, ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.